ഓം ശാന്തി. 9/6/69. മുരളിയുടെ സാരം: സുസ്തി കാ മീഠാ രൂപ് ആലസ്യം. സുസ്തിയുടെ മധുരമായ രൂപം ആലസ്യം. സഭി വ്യക്ത് മേ ഹോത്തെ അവ്യക്ത സ്ഥിതി മേ ഹോ. എല്ലാവരും വ്യക്തത്തിൽ ഇരുന്നു കൊണ്ടും അവ്യക്ത സ്ഥിതിയിലാണോ? അവ്യക്ത സ്ഥിതി കിസ്കോ കേത്തെ ഹേ ഉസ്കി പഹചാൻ ഹേ. അവ്യക്ത സ്ഥിതി എന്ന് ഏതിനെയാണ് പറയുന്നത്? അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടോ? पहले है अव्यक्त स्थिति की पहचान और पहचान के बाद फिर है परख. ആദ്യം അവ്യക്ത സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ തിരിച്ചറിയുക. तो इन दोनों बातों का ज्ञान है. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടോ? അവ്യക്ത സ്ഥിതി കിസ്കോ കേത്തെ. അവ്യക്ത സ്ഥിതി എന്ന് ഏതിനെയാണ് പറയുന്നത്? അവിടെ ഇരുന്നവർ ഉത്തരം പറഞ്ഞു ബാബയോട്. വ്യക്ത് ഭാൻ കാ വ്യക്ത് കാ ഭാൻ ന രഹേ. വ്യക്തത്തിൻ്റെ ബോധം ഉണ്ടാകാതിരിക്കുക. വ്യക്ത് മേ കാര്യ കർത്തേ ഹുയേ ഭി വ്യക്ത് കാ ഭാൻ കൈസേ നഹീ രഹേഗ. വ്യക്തത്തിൽ കാര്യം ചെയ്തുകൊണ്ടും വ്യക്തത്തിൻ്റെ ബോധം എങ്ങനെ ഉണ്ടാകാതിരിക്കും? അപ്പം ദേഹത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ദേഹത്തിൻ്റെ ഓർമ്മ എങ്ങനെ വരാതിരിക്കും എന്ന് ബാബ ചോദിക്കുകയാണ്. വ്യക്ത് മേ ഹോത്തെ ഹുയേ അവ്യക്ത സ്ഥിതി രഹേ യഹ് കിത്തന അനുഭവ ഹോത്താ ഹൈ. വ്യക്തത്തിൽ ഇരുന്നു കൊണ്ടും സ്ഥിതി അവ്യക്തമാകുക, ഇത് എത്രമാത്രം അനുഭവത്തിൽ വരുന്നുണ്ട്? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിരാകാരി സ്ഥിതി, അവ്യക്ത സ്ഥിതി, ആത്മാവിൻ്റെ സ്ഥിതിയുടെ അനുഭവം എത്രമാത്രം നമുക്കുണ്ടാകുന്നുണ്ട് എന്ന് ബാബ ചോദിക്കാൻ. ആജ് യഹ് സബീസെ പൂച്ച്നാ ഹൈ. ഇന്ന് ഇതെല്ലാവരോടും ചോദിക്കണം. അവ്യക്ത സ്ഥിതി മേ ज़्यादा से ज़्यादा कितना समय रहते हो? അവ്യക്ത സ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്? ज़्यादा में ज़्यादा कितना समय होना चाहिए मालूम है? ഏറ്റവും കൂടുതൽ എത്ര സമയമാണ് അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കേണ്ടത് അതറിയാമോ? അവിടെ ഇരുന്നൊരു ഉത്തരം പറഞ്ഞു, 8 घंटा, 8 मणिक्കൂർ. संपूर्ण स्टेज के हिसाब से तो 8 घंटा भी कम से कम है. സമ്പൂർണ്ണ സ്ഥിതിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 8 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. आपके वर्तमान पुरुषार्थ के हिसाब से 8 घंटा ज़्यादा है. നിങ്ങളുടെ വർത്തമാന സമയത്തെ പുരുഷാർത്ഥത്തിൻ്റെ കണക്കിൽ 8 മണിക്കൂർ കൂടുതലാണോ? ബാബ പറയുന്നത് സമയത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ 8 മണിക്കൂർ അവ്യക്ത അവസ്ഥയിൽ ഇരുന്നാൽ മതിയെന്നുള്ള കുട്ടികളുടെ അഭിപ്രായത്തോട് ബാബ യോജിക്കാതിരിക്കുകയാണ്. ബാബ പറയുന്നത് 8 മണിക്കൂർ സമ്പൂർണ്ണതയുടെ കണക്കിൽ വളരെ കുറവാണ് എന്നാണ്. आपके वर्तमान पुरुषार्थ के हिसाब से 8 घंटा ज़्यादा है. कोई ने भी हाथ नहीं उठाया. ആരും തന്നെ കൈ ഉയർത്തിയില്ല. अच्छा, जो 6 घंटे तक पहुँचे हैं वह हाथ उठाए. ആരാണോ 6 മണിക്കൂർ വരെ എത്തിയിട്ടുള്ളത് അവർ കൈ ഉയർത്തു. കോയി നഹി ഉഠാത്തെ. ആരും അന്നേരവും കൈ ഉയർത്തിയില്ല.
अच्छा 4 घंटे तक जो पहुँचे हैं वह हाथ उठाए. 4 മണിക്കൂർ വരെ എത്തിയിട്ടുള്ളവർ കൈ ഉയർത്തു. कोई ने 4 घंटे में, कोई ने 2 घंटे में हाथ उठाया. ചിലർ 4 മണിക്കൂറിൽ, ചിലർ 2 മണിക്കൂർ അങ്ങനെ കൈ ഉയർത്തി. इस रिजल्ट के हिसाब से कितना समय पुरुषार्थ का चाहिए. ഇങ്ങനെയാണ് റിസൾട്ട് എങ്കിൽ ഇനി എത്ര സമയം നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിന് വേണം എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പം ശരിക്കും 8 മണിക്കൂർ തന്നെ സമയത്തിൻ്റെ കണക്ക് വെച്ചിട്ട് അവ്യക്ത അവസ്ഥയിൽ വരുന്നത് കുറവാണ് എന്നാണ് ബാബ പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത് ഏതാണ്ട് 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ ആ റിസൾട്ട് കണ്ടിട്ട് ബാബ ചോദിക്കുകയാണ്, ഈ രീതിയിലാണ് നിങ്ങളുടെ പുരുഷാർത്ഥമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എത്ര സമയം വേണം 8 മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ഥിതി അവ്യക്തമാകുന്നതിന് വേണ്ടി എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. കോഴ്സ് भी पूरा हो गया, रिवाइज कोर्स भी हो रहा है, फिर भी मेजॉरिटी की रिजल्ट, इसका कारण क्या है. കോഴ്സും പൂർത്തിയായി, റിവൈസ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മെജോറിറ്റി കുട്ടികളുടെ റിസൾട്ട് ഇങ്ങനെ ആയതിൻ്റെ കാരണം എന്താണ്? അതായത് ബാബ അവ്യക്തമാകുന്നത് വരെ നമ്മുടെ ശരിക്കുള്ള കോഴ്സായിരുന്നു. ബാബ അവ്യക്തമായതിന് ശേഷം റിവൈസ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം ആയിട്ടും ഇതെല്ലാം ആയിട്ടും ഇത്രയും കുറഞ്ഞ റിസൾട്ട് എന്തുകൊണ്ടാണ് എന്ന് ബാബ ചോദിക്കുകയാണ്, കാരണം അന്വേഷിക്കുകയാണ്. सभी पुरुषार्थ भी करते हो, उमंग भी हैं, ലക്ഷ്യ भी हैं. എല്ലാവരും പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്, നല്ല ഉത്സാഹവും ഉണ്ട്, ലക്ഷ്യവും ഉണ്ട്. फिर भी क्यों नहीं होता है. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്ഥിതി അവ്യക്തമാകാത്തത് എന്ന് ബാബ ചോദിക്കുകയാണ്. അറ്റൻഷൻ കം ഹേ. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു ശ്രദ്ധ കുറവാണ്. കിസ് ബാത്ത് കാ അറ്റൻഷൻ കം ഹേ. അപ്പോൾ ബാബ ചോദിക്കുകയാണ് ഏത് കാര്യത്തിൻ്റെ ശ്രദ്ധയാണ് കുറവ്? യഹ് തോ അറ്റൻഷൻ സബീ രക്തേ ഹേ കി ലായക് ബനെ നസ്ദീക്കായേ. എല്ലാവരും ശ്രദ്ധ വയ്ക്കുന്നുണ്ട്, യോഗ്യത വേണം, യോഗ്യരായി തീരണം, ബാബയുടെ അടുത്ത് വരെ എത്തണമെന്ന്. ഫിർ ഭി മുഖ്യ കോൺസാ അറ്റൻഷൻ കം ഹേ ജിസ് കാരൻ അവ്യക്ത സ്ഥിതി കം രഹത്തി ഹേ. എന്നിട്ടും മുഖ്യമായിട്ട് ഏതൊരു ശ്രദ്ധയുടെ കുറവാണുള്ളത്, അക്കാരണം കൊണ്ട് സ്ഥിതി അവ്യക്തമാകുന്നില്ല. ബാബ എടുത്തെടുത്ത് ചോദിക്കുകയാണ് ഏത് ശ്രദ്ധയുടെ കുറവ് കൊണ്ടാണ് അവ്യക്ത സ്ഥിതി വേണ്ടത്ര വരാത്തത്. സബി പുരുഷാർത്ഥി ഹി യഹാം ബൈഠേ ഹോ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പുരുഷാർത്ഥികളാണ്. ഐസാ കോയി ഹോങ്കാ ജോ കഹേ മേ പുരുഷാർത്ഥി നഹി ഹോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ ഞാൻ പുരുഷാർത്ഥിയല്ല എന്ന് പറയുന്നത്? പുരുഷാർത്ഥി ഹോത്തേ ഹുയേ ഭി കമി ക്യൂ. പുരുഷാർത്ഥി ആയിട്ടും കുറവുകൾ എന്തുകൊണ്ട്? ക്യാ കാരൺ ഹേ. എന്താണ് കാരണം? അന്തർമുഖ് രഹന ചാഹത്തെ ഹുയേ ഭി ക്യോ നഹി രഹ സക്തേ ഹോ. അന്തർമുഖരായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും എന്തുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല? ബാഹ്യമുഖതാമേ ഭി ക്യോ ആ ജാത്തേ ഹോ. ബാഹ്യമുഖതയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ഇവിടെ ബാബ നമ്മളോട് വളരെയധികം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ആഗ്രഹം കുട്ടികളുടെ സ്ഥിതി അവ്യക്തമായി തീരണമെന്നാണ്. സമയത്തിനനുസരിച്ച് നമ്മൾ എത്തേണ്ട പെർസെൻറ്റേജ് വരെ എത്താത്തത് കൊണ്ട് ബാബ കൂടുതൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം. വളരെയധികം ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഉണർവുമുണ്ട്, ലക്ഷ്യവുമുണ്ട്, പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ലക്ഷ്യത്തിനനുസരിച്ചുള്ളൊരു പരിവർത്തനം വരാത്തത്? ബാബ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ജ്ഞാനി തോ ആത്മാവി തോ സബീബനെ. എല്ലാവരും ജ്ഞാനി ആത്മാക്കളായി. ജ്ഞാനി തോ ആത്മാ സമജ്ദാർ ബനത്തെ ഹുയെ ഫിർ ബേസമജ് ക്യോ ബൻ ജാത്തേ ഹോ. എല്ലാവരും ജ്ഞാനി ആത്മാവാണ്.
അറിവുള്ളവരായിട്ടും പിന്നെയും എന്തുകൊണ്ടാണ് അറിവില്ലാത്തവരായിത്തീരുന്നത്? സമझ तो मिली है, അറിവ് കിട്ടി, തിരിച്ചറിവ് കിട്ടി. समझ का कोर्स भी पूरा हो चुका है, അറിവിൻ്റെ കോഴ്സും പൂർത്തിയാക്കി. കോഴ്സ് പൂരാ ഹുവ ഗോയ സമജ്ദാർ ബൻ ഹി ഗേ. കോഴ്സ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അറിവുള്ളവരായി തീർന്നു. ഫിർ ഭി ബേസമജ് ക്യോ ബൻതേ ഹോ, എന്നിട്ടും അറിവില്ലാത്തവരെന്തുകൊണ്ടാണ് ആകുന്നത്? ബാബ വളരെയധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഇത്രയെല്ലാം അറിവുണ്ടായിട്ടും വീണ്ടും അറിവില്ലാത്തവരെ പോലെ എന്തുകൊണ്ട് പെരുമാറുന്നു? അന്തർമുഖത പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ബാഹ്യമുഖതയിലേക്ക് തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ജ്ഞാനിയാണെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെയും നമ്മൾ എന്തുകൊണ്ടാണ് അറിവില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബ ഈ ചോദ്യങ്ങൾ നമ്മളോട് വളരെ സ്നേഹമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സമയത്തിനനുസരിച്ച് ഒരു ഉയർന്ന അവസ്ഥയിൽ നമ്മൾ എത്താത്തത് കൊണ്ട്. മുഖ്യ കാരൺ യഹ് ദേഖാ ജാത്താ ഹെ, കോയി കോയി മേ അൽബേലാപ്പൻ ആ ഗയാ ഹെ. മുഖ്യമായിട്ടുള്ള കാരണം ഇതാണ് കാണുന്നത്. ചില കുട്ടികളിൽ അശ്രദ്ധ വന്നു കഴിഞ്ഞു. ജിസ്കോ സുസ്തി കേത്തെ ഹെ, അതിനെ തന്നെയാണ് സുസ്തി എന്ന് പറയുന്നത്. സുസ്തി കാ മീഠാ രൂപ് ഹെ ആലസ്യ. സുസ്തിയുടെ മധുരമായ രൂപമാണ് ആലസ്യം. മടിയുടെ വളരെ മധുരമായ ഒരു രൂപമാണ് അലസത. ആലസ്യ ഭി കൈ പ്രകാർ കാ ഹോത്താ ഹെ. അലസതയും ആലസ്യവും പല പ്രകാരത്തിലുണ്ട്. तो मेजोरिटी में किसी न किसी रूप में आलस्य और अलबेलापन आ गया है. മെജോറിറ്റി കുട്ടികളിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആലസ്യവും അശ്രദ്ധയും വന്നു കഴിഞ്ഞു. इच्छा भी है, पुरुषार्थ भी है, लेकिन अलबेलापन होने कारण जिस तरह से पुरुषार्थ करना चाहिए वह नहीं कर पाते हैं. ആഗ്രഹമുണ്ട്, പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്, എന്നാൽ അശ്രദ്ധ കാരണം ഏത് രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണോ അത് ചെയ്യാൻ കഴിയുന്നില്ല. ബാബ ഓർമ്മിപ്പിക്കുന്നത് കുട്ടികൾക്ക് അറിവുമൊക്കെയുണ്ട്, പുരുഷാർത്ഥവും ചെയ്യുന്നുണ്ട്, ഉണർവുമുണ്ട്, ലക്ഷ്യവുമുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ആലസ്യവും കൂടി കടന്നുകൂടിയിട്ടുണ്ട്, അശ്രദ്ധയുമുണ്ട്. അപ്പോൾ ഈ അശ്രദ്ധയും അലസതയും കാരണമാണ് പുരുഷാർത്ഥത്തിൽ ഉയർച്ച വരാതിരിക്കുന്നത്. बुद्धि में ज़्यादा ज्ञान आ जाता है तो उससे फिर ज़्यादा अलबेलापन हो जाता है. ബുദ്ധിയിൽ കൂടുതൽ ജ്ഞാനം വരുമ്പോഴാണ് അതിലൂടെ പിന്നെ കൂടുതൽ അശ്രദ്ധയും വരുന്നുണ്ട്. जो अपने को कम समझदार समझते हैं वे फिर भी तीव्र पुरुषार्थ कर रहे हैं. ആരാണോ സ്വയം തന്നെക്കുറിച്ച് എനിക്ക് അത്രയൊന്നും അറിവില്ല എന്ന് മനസ്സിലാക്കുന്നത് അവർ പിന്നെയും തീവ്രമായ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ഇവിടെ ബാബ അറിവ് കൂടുമ്പോൾ അശ്രദ്ധ കൂടുന്നു എന്നൊരു ശബ്ദം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ. കൂടുതൽ കൂടുതൽ നമ്മൾ അറിവ് വന്നുകൊണ്ടിരിക്കും തോറും സ്വയം പ്രാക്ടിക്കൽ പരിവർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വളരെ കുറവാണ്. എന്നാൽ ആരാണോ എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എനിക്ക് എന്തോ കുറച്ച് മനസ്സിലായിട്ടേ ഉള്ളൂ, അവർ പിന്നെയും കുറച്ച് പുരുഷാർത്ഥത്തിൽ തീവ്രത കാണിക്കാറുണ്ട്. लेकिन जो अपने को ज़्यादा समझदार समझते हैं वे ज़्यादा अलबेलेपन में आ गए हैं. ആരാണോ കൂടുതൽ സ്വയം ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കുന്നത് അവർ കൂടുതലായിട്ട് അശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. जैसे पहले पहले पुरुषार्थ की तड़पन थी, ऐसा बनकर दिखाएंगे, यह करके दिखाएंगे, अभी वह तड़पन कदम हो गई है. തുടക്കത്തിൽ പുരുഷാർത്ഥം ചെയ്യണമെന്നുള്ള അതിതീവ്രമായ ദാഹം ഉണ്ടായിരുന്നു, അതിതീവ്രമായ മനസ്സിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിത് ചെയ്ത് കാണിക്കും, ഇത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇന്ന് പക്ഷേ മനസ്സിൻ്റെ തീവ്രത ഇല്ലാതായിരിക്കുകയാണ്. തൃപ്തി ഹോ ഗയി ഹെ. പല കുട്ടികളും വളരെ തൃപ്തരാണ് സ്വന്തം പുരുഷാർത്ഥത്തിലെന്ന് ബാബു പറയാണ്. അപ്പനെ ആപ്സെ തൃപ്ത് ഹോ ഗയി ഹെ. ज्ञान तो समझ लिया, सर्विस तो कर ही रहे हैं, चल ही रहे हैं.
വളരെയധികം പേര് സ്വയം തന്നെ ഇങ്ങനെ തൃപ്തമായിരിക്കുകയാണ്. ജ്ഞാനം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, സർവീസ് പിന്നെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ജ്ഞാനം അനുസരിച്ച് ജീവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഈ രീതിയിൽ യഹ് തൃപ്ത ആത്മാ ഇസ് രൂപ് സേ നഹി ബന്ന ഹെ. ഈ രീതിയിലല്ല തൃപ്താത്മാവാകേണ്ടത്. പുരുഷാർത്ഥമേ തടപ്പൻ ഹോനി ചാഹിയേ. പുരുഷാർത്ഥം എനിക്ക് ചെയ്യണമെന്നുള്ള അതിതീവ്രമായൊരു മോഹം ഉണ്ടാകണം, അതിതീവ്രമായൊരു ദാഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക തന്നെ വേണം. ജൈസെ ബാന്ധേലിയാൻ തടഫ്തി ഹെ തോ പുരുഷാർത്ഥ ഭി തീവ്ര കർത്തി ഹെ. ബന്ധനത്തിലുള്ളവർ എത്രമാത്രം അലയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അവരത്രയും തന്നെ പുരുഷാർത്ഥവും തീവ്രമായി ചെയ്യുന്നുണ്ട്. അവർ ജോ ബാന്ധേലി നഹി വഹ് തൃപ്ത് ഹോത്തി ഹെ തോ അൽബേലെ ഹോ ജാത്തെ ഹെ. ആർക്കാണോ ബന്ധനമൊന്നുമില്ലാത്തത് അവർ വളരെ തൃപ്തരാകുകയാണ്. അങ്ങനെ അവരിൽ അശ്രദ്ധ കടന്നുകൂടുകയാണ് ചെയ്യുന്നത്. ഐ സി റിസൾട്ട് മെജോറിറ്റി പുരുഷാർത്ഥിയോം കി ദേക്കിനെ മേ ആത്തി ഹെ. അങ്ങനെയുള്ള റിസൾട്ടാണ് കൂടുതൽ പുരുഷാർത്ഥികളിലും കാണപ്പെടുന്നത്. അപ്പോൾ ചുരുക്കം നമുക്ക് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, ബുദ്ധിയിൽ അറിവ് കൂടുന്തോറും കൂടുതൽ കുട്ടികൾ മടിയുള്ളവരായി തീരുകയാണ്, കൂടുതൽ അശ്രദ്ധ കാണിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നത്രയും തീവ്രതയോ സ്നേഹമോ പുരുഷാർത്ഥമോ ഈ സമയത്ത് കാണുന്നില്ല. എല്ലാവരും സ്വയം തൃപ്തരായിരിക്കുകയാണ്. ഇത് എനിക്കെന്തായിരുന്നാലും അറിവെന്താണെന്നറിയാം, അതുപോലെ എന്നെക്കൊണ്ട് കഴിയുന്ന സേവനവും ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ ബാബയെ വിട്ടൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ബാബയുടെ കുട്ടിയായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയൊക്കെ മതി. അങ്ങനെ സ്വയം തൃപ്തരായിരിക്കുകയാണ്. ബാബ പറയുകയാണ്, ഇങ്ങനെ തൃപ്ത ആത്മാവാകാൻ ബാബ പറഞ്ഞിട്ടില്ല എന്ന്. ഹമേഷ സംജോ കി ഹം നമ്പർ 1 പുരുഷാർത്ഥി ബൻ രഹേ ഹേ ബൻ നഹി ഗയേ ഹേ. എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കണം, ഞാൻ നമ്പർ 1 പുരുഷാർത്ഥി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആയിക്കഴിഞ്ഞു എന്നൊരിക്കലും വിചാരിക്കരുത്. तीनों कालों का ज्ञान बुद्धि में आने से अपने को ज़्यादा समझदार समझते हैं. 3 കാലത്തിൻ്റെയും അറിവ് ബുദ്ധിയിൽ വന്നപ്പോൾ വലിയ ബുദ്ധിമാനാണ് ഞാനെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ്. പഹലെ ഭി സുനായാ ഥാ ന कि जहाँ बालक बनना चाहिए वहाँ मालिक बन जाते हो, जहाँ मालिक बनना चाहिए वहाँ बालक बन जाते हो. അപ്പം നേരത്തെയും ബാബ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എവിടെ ബാലകനാകണോ അവിടെ അധികാരിയായിത്തീരുകയാണ്, എവിടെ അധികാരിയാകണോ അവിടെ കുട്ടികൾ ബാലകരായിത്തീരുകയാണ്. അപ്പോൾ ബാബ പറയുകയാണ്, 3 കാലത്തിൻ്റെയും ജ്ഞാനം ബാബ തന്നതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ അറിവുമുണ്ട്, ഞാൻ വലിയ ബുദ്ധിമാനാണ്, ഞാൻ വലിയ ജ്ഞാനിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അതുപോലെ തന്നെ എവിടെയാണോ ബാലകനായിട്ട് തൻ്റെ അഭിപ്രായം പറയാനുള്ളത് അവിടെ കയറി അധികാരിയാകും, എവിടെ അധികാരിയാകണോ അവിടെ ബാലകനുമാകും. ഇങ്ങനെ എല്ലാം വിപരീതമായ രീതിയിൽ കുട്ടികൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ബാബ നമ്മളെക്കുറിച്ച് പറയുന്നത്. तो अभी बच्चे रूप का मीठा मीठा पुरुषार्थ तो कर रहे हो, राज्य के अधिकारी तो बन गए, तिलक भी आ गया, लेकिन यह ढीला और मीठा पुरुषार्थ अभी नहीं चल सकेगा. ഇപ്പോൾ കുട്ടികളുടെ രൂപത്തിലുള്ള മധുരമധുരമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അധികാരിയായി തിലകവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ ഈ അയഞ്ഞ മധുരമായ പുരുഷാർത്ഥം ഇനി നടക്കില്ല. അതായത് കുട്ടികൾ തൻ്റെ പുരുഷാർത്ഥത്തിൽ ഒരു സ്ട്രിക്റ്റ് അല്ല, പുരുഷാർത്ഥം വളരെ അയഞ്ഞതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള മധുരമധുരമായ പുരുഷാർത്ഥം ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ജിത്തന ശക്തി രൂപേ സ്ഥിതി ഹോങ്കേ തോ പുരുഷാർത്ഥ ഭി ശക്തിശാലി ഹോങ്ക. എത്രമാത്രം ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അത്രയും പുരുഷാർത്ഥവും ശക്തിശാലിയാകും. അവി പുരുഷാർത്ഥ ശക്തിശാലി നഹി ഹേ, ഡീല ഡീല ഹേ. ഇപ്പോൾ കുട്ടികളുടെ പുരുഷാർത്ഥം ശക്തിശാലിയല്ല, വളരെ അയഞ്ഞതാണ്, വളരെ ലൂസായിട്ടാണ് കുട്ടികൾ പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാബു പറയാണ്. പുരുഷാർത്ഥി തോ സബി ഹേ, लेकिन पुरुषार्थ शक्तिशाली जो होना चाहिए वह शक्ति पुरुषार्थ में नहीं भरी है. എല്ലാവരും പുരുഷാർത്ഥികളാണ്, എന്നാൽ പുരുഷാർത്ഥം ശക്തിശാലി ആകേണ്ടത് ആ ശക്തി പുരുഷാർത്ഥത്തിൽ നിറയുന്നില്ല. ബാബു പറയാണ്, നമ്മളെല്ലാവരും പുരുഷാർത്ഥികളാണ്,
ബാബ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ശക്തി ആ പുരുഷാർത്ഥത്തിൽ വരണോ അത് കാണുന്നില്ല എന്ന് നമ്മളോട് പറയുകയാണ്. സവേരെ ഉടുത്തെ ഹി പുരുഷാർത്ഥമേ ശക്തി ഭർനെ കി കോയി ന കോയി പോയിന്റ് സാമനെ രഖോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുരുഷാർത്ഥത്തിൽ ശക്തി നിറയ്ക്കുന്നതിനുള്ള ഏതെങ്കിലുമൊക്കെ പോയിന്റ് മുന്നിൽ വയ്ക്കൂ. അമൃത് വേളെ ജൈസെ റൂഹ് റൂഹാൻ കർത്തേ ഹോ വൈസേ ഹി അപ്പനെ പുരുഷാർത്ഥ കോ ശക്തിശാലി ബനാനെ കെ ലിയെ ഭി കോയി ന കോയി പോയിന്റ് വിശേഷ രൂപ സെ ബുദ്ധി മേ യാദ് രഖോ. അമൃതവേളയിൽ ഏതുപോലെ ബാബയോട് സംഭാഷണം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ തൻ്റെ പുരുഷാർത്ഥത്തെ ശക്തിശാലിയാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പോയിന്റ് വിശേഷ രൂപത്തിൽ ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കും. അപ്പോൾ ബാബ നമ്മുടെ പുരുഷാർത്ഥത്തെ ശക്തിശാലിയാക്കുന്നതിന് വേണ്ടിയുള്ള യുക്തിയും കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അമൃതവേളയിൽ ഏതുപോലെ നമ്മൾ യോഗം ചെയ്യുന്നുണ്ടോ ബാബയുമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ പുരുഷാർത്ഥത്തെ ശക്തമാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പോയിന്റ് നമ്മുടെ മുന്നിൽ വയ്ക്കൂ, ഓർമ്മയിൽ കൊണ്ടുവരൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അഭി വിശേഷ് പുരുഷാർത്ഥ കർണേക്ക് ആവശ്യകത ഹേ. ഇപ്പോൾ വിശേഷിച്ച് പുരുഷാർത്ഥം ചെയ്യുന്നതിനുള്ള ആവശ്യമാണ്. സാധാരണ പുരുഷാർത്ഥ കർണേക്ക് ദിൻ അഭി ബീത് രഹേ ഹേ. സാധാരണ രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നതിനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. ജൈസെ വിശേഷ ഫംഗ്ഷൻ ആദിക്ക് പ്രോഗ്രാം രക്തേ ഹോ ന. ഏതുപോലെ വിശേഷിച്ച് നിങ്ങൾ ഫംഗ്ഷനൊക്കെ വയ്ക്കാറുണ്ടല്ലോ, വൈസെ അബ് യഹി സമജ്ന ഹേ കി സമയത്തോടാ ഹേ. ഇപ്പോഴതേപോലെ ഇങ്ങനെ മനസ്സിലാക്കണം, ഇനി സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതുപോലെ നമ്മളൊരു ഫംഗ്ഷൻ വയ്ക്കുമ്പോൾ ഏത് കാര്യവും സമയത്തിനനുസരിച്ച് തീർക്കുന്നതിന് വേണ്ടി നമ്മൾ അത്രയും തീവ്രമായിട്ട് പുരുഷാർത്ഥം ചെയ്യും, നമ്മൾ അത്രയും പ്രയത്നിക്കും കാര്യം സമയത്തിന് തീർക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ബാബ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളുടെ പുരുഷാർത്ഥം ശക്തമാകണമെങ്കിൽ സമയം വളരെ കുറച്ച് മാത്രമേ ഇനിയുള്ളൂ എന്ന് ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കൂ. ഉസ്മേ വിശേഷ് പുരുഷാർത്ഥ കാ പ്രോഗ്രാം രഖനാ ഹേ. ഈ അവശേഷിക്കുന്ന സമയത്ത് ഇനി കൂടുതൽ പുരുഷാർത്ഥം ചെയ്യണമെന്നുള്ള പ്രോഗ്രാമാണ് വെക്കേണ്ടത്. യഹ് വിശേഷ് പുരുഷാർത്ഥ കർണേക്കാ ലക്ഷ്യരേഖ ആകെ ബഡനാ ഹേ. വിശേഷിച്ച് പുരുഷാർത്ഥം ചെയ്യണമെന്നുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ടുയരണം. അഗർ ഐസി ഡെയിലി റിസൾട്ട് മേ രഹേംഗെ തോ ജോ ആനെ വാലി പരീക്ഷായേ ഹേ ഉൻകി റിസൾട്ട് ക്യാ രഹേംഗി. അപ്പോൾ ഇങ്ങനെ ഒരു തണുത്ത റിസൾട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും? അപ്പം നമ്മുടെ റിസൾട്ടിൽ ഒട്ടും തൃപ്തിയില്ല ബാബയ്ക്ക്. നമ്മുടെ സ്ഥിതി വ്യക്തതയിൽ കൂടുതലും അവ്യക്താവസ്ഥ വളരെ കുറച്ചുമാണ് ബാബ റിസൾട്ടിൽ കാണുന്നത്. അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, ഈ രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിൽ വരാൻ പോകുന്ന ഭീകരമായ ഭയാനകമായ സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും, നിങ്ങൾ അതിലെങ്ങനെ പാസ്സാകും എന്ന് ബാബ വളരെ സ്നേഹത്തോടെ മക്കളോട് ചോദിക്കുകയാണ്. परीक्षाएं खड़ी आने वाली हैं, उनका सामना करने के लिए पुरुषार्थ भी खड़ा चाहिए. പരീക്ഷകൾ വളരെ കടുത്തതാണ് വരാൻ പോകുന്നത്. അതിനെ നേരിടുന്നതിന് വേണ്ടി പുരുഷാർത്ഥവും അത്ര കടുത്തതായിരിക്കണം. അഗർ പുരുഷാർത്ഥ സാധാരണ പരീക്ഷ ഖടി तो റിസൾട്ട് क्या होगी. അഥവാ പുരുഷാർത്ഥം സാധാരണവും വരാൻ പോകുന്ന പരീക്ഷ വളരെ കടുത്തതുമാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ഒന്നുകൂടി നമ്മൾ ഓർത്തു നോക്കാം. ബാബ നമ്മളെ എത്രമാത്രം ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പക്ഷേ വരാൻ പോകുന്ന സമയത്തെക്കുറിച്ചും അതിൻ്റെ ഭീകരതയെക്കുറിച്ചും നമുക്ക് അറിവില്ല. ബാബ അതുകൊണ്ട് ആ അറിവും കൂടി നമുക്ക് തരികയാണ്. മക്കളെ, വരാൻ പോകുന്ന സമയം വളരെ ഭീകരമാണ്. വളരെ ഭയാനകമായ പരീക്ഷകൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തണുത്ത അയഞ്ഞ പുരുഷാർത്ഥം ചെയ്താൽ പോരാ. നിങ്ങൾ കഴിയുന്നത്ര സ്ഥിതിയെ അവ്യക്തമാക്കൂ, ആത്മസ്ഥിതി പ്രാക്ടീസ് ചെയ്യൂ, ശാന്തതയിലേക്ക് തിരിച്ചു വരൂ എന്ന് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛാ, ആജ് തോ ഗോവോം സെ മുലാഖാത്ത് കർത്തേ ഹേ. ഇന്ന് ബാബ ഗോവന്മാരെ കാണുകയാണ്. അപ്പനെ പുരുഷാർത്ഥമേ സന്തുഷ്ടു ഹോ. നമ്മുടെ പണ്ടവരെ ബാബയുടെ കുട്ടികൾ സഹോദരങ്ങളോട് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പുരുഷാർത്ഥത്തിൽ സന്തുഷ്ടരാണോ? ചൽത്തോ രഹേ ഹോ ലേക്കിൻ കിത്തനി പെർസെൻറ്റേജ് മേ. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ്?
जो समझते हैं कि हम 75% ശ്രീമത്ത് पर चल रहे हैं वे हाथ उठाएं. ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ 75% ശ്രീമത്ത് അനുസരിച്ചാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ കൈ ഉയർത്തു. കയ്യോനെ ഹാത്ത് ഉഠായ. പലരും കൈ ഉയർത്തി. അച്ഛാ മുഖ്യ ശ്രീമത്ത് ക്യാ ഹേ? അപ്പോൾ ബാബ വീണ്ടും ചോദിക്കുകയാണ്, മുഖ്യമായിട്ടുള്ള ശ്രീമത്ത് എന്താണ്? ഏതാണ് മുഖ്യമായ ശ്രീമത്ത്? മുഖ്യ ശ്രീമത്ത് യഹി ഹേ കി ജ്യാദാ സെ ജ്യാദാ സമയ യാദ് കി യാത്രാ മേ രഹന. മുഖ്യമായിട്ടുള്ള ശ്രീമത്ത് ഇതാണ്, കഴിയുന്നത്ര ഏറ്റവും കൂടുതൽ സമയം ബാബയുടെ ഓർമ്മയുടെ യാത്രയിൽ തന്നെ ഇരിക്കണം. ഇപ്പോൾ ബാബ ഗോപന്മാരോട് പണ്ഡവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ റിസൾട്ട് എന്താണ്? നിങ്ങൾ 75% ശ്രീമത്ത് അനുസരിച്ചാണോ ജീവിക്കുന്നത്? അപ്പോൾ പലരും ബാബയുടെ മുന്നിൽ കൈ ഉയർത്തി. അപ്പോൾ ബാബ വീണ്ടും ചോദിക്കുകയാണ്, ഏറ്റവും ആദ്യത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീമത്ത് ഏതാണ്? എന്നിട്ട് ബാബ ഉത്തരം തരികയാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീമത്ത് ഇത് തന്നെയാണ്, കഴിയുന്നത്ര സമയം ബാബയുടെ ഓർമ്മയിൽ തന്നെ ചിലവഴിക്കണം. ഓർമ്മയുടെ യാത്രയാണ് കുട്ടികളിൽ വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്യോങ്കി ഇസ് യാദ് കി യാത്രാ സേ ഹി പവിത്രത ദേവീ ഗുണ ഔർ സർവീസ് കി സഫലത ഭി ഹോങ്കി. എന്തുകൊണ്ടെന്നാൽ ഈ ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് പവിത്രത, ദേവീ ഗുണം, സേവനത്തിൻ്റെ സഫലത വരുന്നത്. ജോ 75% ശ്രീമത്ത് पर चलते हैं उनका याद का चार्ट कितना है? ആരാണോ 75% ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്നത് അവരുടെ ഓർമ്മയുടെ ചാർട്ട് എത്രയാണ്? യാദ് കാ ചാർട്ട് ഭി 75% ഹോന ചാഹിയെ. ഓർമ്മയുടെ ചാർട്ടും 75% ആകണം. ഈസ്കോ കഹേങ്കെ പൂരി പൂരി ശ്രീമത്ത് പർ ചലനെ വാലെ. ഇതിനെ തന്നെയാണ് പറയുന്നത് പൂർണ്ണമായിട്ടും ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ. ഓർമ്മയുടെ ചാർട്ട് 75% ആകണം. അതിൻ്റെ ആധാരം നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്നതാണ്. ആരാണോ 75% ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്നത് അർത്ഥം കഴിയുന്നത്ര സമയം ബാബയുടെ ഓർമ്മയുടെ യാത്രയിൽ തന്നെ ഇരിക്കുന്നത് അവരുടെ ചാർട്ട് ഓർമ്മയുടേതും 75% തന്നെയായിരിക്കും. അത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്.